ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന വ്ളോഗ് ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പിനൊക്കെ പോയിട്ട്, അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചു. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്, നല്ല അടിപൊളി സ്ഥലമാണ്, പോയി നോക്ക്, നല്ല അടിപൊളി വൈബായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി, ഓരോരുത്തരും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായതിനു ശേഷമുള്ളതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഹസനങ്ങൾ. പോകേട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ടാക്സി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ബസ്സിന് പോകാനുള്ള ടൈമില്ല. അപ്പം ഞങ്ങൾ ടാക്സി ഇട്ടു. ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഉണ്ട്, ടാക്സിക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴ ഇടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ടാക്സി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നിട്ട് ലാസ്റ്റ് കിട്ടി. അപ്പം കുറച്ച് സമയം എടുക്കും ടാക്സി എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞു, നേരത്തെ നല്ല മഴയായിരുന്നു. ബ്രോ ഞങ്ങൾ ഇറങ്ങി ടാക്സി വെയിറ്റ് ചെയ്യാം. ഹലോ ഗായ്സ് കണ്ടോ ഗായ്സ്, മൾബറി ആണ്, പക്ഷെ വൈറ്റ് മൾബറി. ഇത് അവിടെ ഉണ്ടല്ലോ കുറേ. ഞങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ജ്യൂസി ചവിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഇതാണ് ആ പ്ലേസ്. ഭയങ്കര അടിപൊളി പ്ലേസ് ആട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. സംഭവം എന്താ വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ പഴയ ട്രെയിനും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർ പിന്നെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് അങ്ങനെയൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ കുറച്ച് അടിപൊളിയാകാൻ വേണ്ടി അതിനകത്ത് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ മെട്രോയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് നിർത്തലാക്കി എന്നാണ് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ നിർത്തലാക്കിയതാണ്. കുറേ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ട്രെയിനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടേക്ക് നടന്ന് നോക്കുകയാണ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് തിരിഞ്ഞു നോക്ക്, എനിക്കിങ്ങനെ കാണിക്കും. നമ്മൾ അങ്ങോട്ടേക്ക് പോവാ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഇതൊരു മിനി ഊട്ടിയാണ്. മിനി ഊട്ടിയോ? അന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ഡ്രസ്സ് മാറുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിവിടെ കുളിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് നിന്ന് ഡ്രസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചു. അതാണ് അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ട്രെയിനും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവർ പിന്നെ പെയിൻറ്റും കുറച്ച് പണികളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒരു ഡാൻസൊക്കെ എടുത്തു. സ്പോട്ട് കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. മാളുവാണ് അതിൻ്റെ പിന്നിൽ, അവളാണ് പഠിപ്പിച്ചു തന്നത്. ആ വീഡിയോ എടുത്തപ്പം അവൾ പറയുന്ന പോലെ നമ്മൾ കളിച്ചതാണ്. ചുമ്മാ ഒരു ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അത് ഭയങ്കര വൈബ് പ്ലേസാണ്. അവിടെ ഒരാൾ വേണ്ടിയിരിക്കുന്നു, പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങളിവിടെ ഇനി ഇറങ്ങി കുളിക്കാനൊക്കെ ആയിട്ട് പോവാം, നമ്മുടെ നാട്ടിലെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അയ്യോ
അറിയാതെ പോന്നേ. അപ്പോൾ അഭിച്ചേട്ടൻ പോവാണ്. ആൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ഉണ്ട് വൈകിട്ട്. അപ്പം അതുകൊണ്ട് ആൾ പോയി. പിന്നെ നമ്മൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇന്ന് ഓഫാണ്, ഞങ്ങളെല്ലാം ഒരേ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് വൈകിട്ട് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ആൾ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കുളിക്കാനായിട്ട് പോവാം കേട്ടോ, തിരിച്ച് നടക്കുകയാണ്. അപ്പം നമ്മൾ ഏത് വ്ളോഗ് എടുത്താലും നമ്മുടെ കൂടെ ഒരു പട്ടിയാണോ, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഈ വ്ളോഗിലും ഉണ്ട് ഞങ്ങളുടെ കൂടെ പട്ടി. എൻ്റെ വീഡിയോ കാണാതെ സബ്സ്ക്രൈബേഴ്സ് വിഷമിച്ചിരിക്കുക. ആകെ ഒരു 4 സബ്സ്ക്രൈബറുണ്ട്, ഞാനും ഉണ്ട്. ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ. ഞങ്ങളുടെ ഫ്രണ്ടിൽ 3 കൊരങ്ങന്മാര് പോകുന്നുണ്ട്, അർമേനിയൻ കൊരങ്ങന്മാര്. ഞങ്ങൾ അവിടെ പോയത് ഒരു പട്ടി കൂട്ടുകാരാണ്. അതെ, എന്താ പറയുക, കഴിഞ്ഞ വ്ലോഗിലും ഒരു പട്ടി ഉണ്ടായിരുന്നു, ഈ വ്ലോഗിലും ഒരു പട്ടിയുണ്ട്. എന്തോ കുട്ടികൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടും. ഇവിടെ അല്ലേ സ്ഥലം? My small brother and sister, one God, and son and daughter God. God my തങ്കുറ്റുള്ള ആളെ കണ്ടിട്ട് അതാണ്, പിന്നെ അല്ല. ഇറങ്ങി നല്ല സുഖമുണ്ടോ? വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു, ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും ആദ്യം ഇറങ്ങ് തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയതാ. അവർ രണ്ടുപേരും പേടിച്ച് നിൽക്കും, ഇറങ്ങിയില്ല. ഒരാളിറങ്ങി, ഇപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോയി. ഞങ്ങൾ ഇറങ്ങാനായിട്ട് കാലെടുത്ത് വെള്ളത്തിലോട്ട് വെച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, തണുപ്പ് എന്ന് പറഞ്ഞാൽ സീൻ തണുപ്പാണ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, നിൽക്കാൻ പറ്റത്തില്ല അതിനകത്ത്. പിന്നെ ഒന്ന് മുങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടോ. മെയിനായിട്ട് നമ്മൾ ഷൂ ഒന്നും ഇടാണ്ടാണ് ഇറങ്ങിയത്, കാല് പെട്ടെന്ന് മരവിച്ച് പോയി. അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നത്. പിന്നെ ഞങ്ങൾ മുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മുങ്ങിയിട്ട് നമ്മൾ കയറി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രായമുള്ളൊരു പുള്ളി വന്നിട്ട്, പുള്ളിയെ കൊണ്ട് ഒടുക്കത്തെ ശല്യമായിരുന്നു. എന്നുവെച്ചാൽ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടുത്തെ ലാംഗ്വേജ്, നമുക്ക് പകുതി മനസ്സിലാവുന്നില്ല. ഇറങ്ങി നീന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ തന്നെ നിൽക്കുമായിരുന്നു. പുള്ളി പോകുന്നവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല പ്ലേസാണ്. നമ്മൾ ഈ വൈകിട്ട് സമയത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും തണുപ്പെന്ന് തോന്നുന്നു. കുറച്ച് ഉച്ച ടൈമിൽ വന്നായിരുന്നെങ്കിൽ ഇത്ര തണുപ്പ് ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വെള്ളത്തിലിറങ്ങി, പ്രതീക്ഷ പോലെയുള്ള മുടിഞ്ഞ തണുപ്പാണ്. ഏതോ ഒരു അപ്പൂപ്പൻ വന്നിട്ട് എന്തൊക്കെയോ ഒരു അറുപതിനായിരം അപ്പൂപ്പൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവും. ഇറങ്ങടി അപ്പോൾ ഗൈസ് നല്ല അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് യാത്ര? സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുളിച്ച് കോഴീനെ പോലായി. പിന്നെ വാട്ടർ പ്രൂഫ് ഐലൈനർ ആയതുകൊണ്ട് ഐലൈനർ പോയില്ല, വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആയിട്ട് ലിപ്സ്റ്റിക്കും പോയില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ? അപ്പൊ ഗൈസ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും വരുന്നതാണ്. അപ്പോ ബൈ ഗൈസ്, ടാറ്റാ. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.